വെരി റവറൻഡ് ഡോക്ടർ ഫാദർ സ്റ്റീഫൻ ജെ രാജേഷിനെ ഈ വേദിയിലേക്ക് മുഖ്യപ്രഭാഷണത്തിനായി ക്ഷണിക്കുന്നു. UKKCAയുടെ പ്രസിഡന്റ് സഹോദരൻ സിബി, അദ്ദേഹത്തോടൊത്ത് ചേർന്ന് പ്രവർത്തിക്കുന്ന മറ്റ് ഭാരവാഹികളെ, വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, എൻ്റെ പ്രിയപ്പെട്ട ജ്ഞാനായ സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, ഞാൻ വേദിയിലേക്കും സദസ്സിലേക്കും നോക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ചെയ്തു പോയിരിക്കുന്ന അനുഷ്ഠിച്ചതായ വലിയ തപസ്യ സഹോദരൻ സിബിയും സഹപ്രവർത്തകരും എത്രമാത്രം ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിച്ചത് കൊണ്ടായിരിക്കണം ഇത്രയധികം ജ്ഞാനായ സഹോദരങ്ങളെ ഈ വേദിക്ക് ചുറ്റിലും ഒന്നിച്ചു കൂട്ടുവാൻ സാധിച്ചത് എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിൽ അദ്ദേഹം പ്രകടിപ്പിച്ചതായ അഗാധമായിട്ടുള്ള ചിന്തകൾ, കൺസേൺസ് നമ്മുടെ സമൂഹത്തെ, നമ്മുടെ സമുദായത്തെ ആഴത്തിൽ ചിന്തിപ്പിക്കുകയും ദിശകൾ തീരുമാനിക്കുകയും നീക്കങ്ങൾ നടത്തുകയും ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വളരെ ഗൗരവമായിട്ട് ഈ 3 വർഷക്കാലം ഒരുപാട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത് കാണുമെന്ന് അദ്ദേഹത്തിൻ്റെ വെളുത്ത് നരച്ച താടി കാണുമ്പോൾ എനിക്ക് തോന്നുകയാണ്. ഒരുപാട് മനപ്രയാസം, ഒരുപാട് വേദനകൾ ഒക്കെ കടന്നു പോയിട്ടുണ്ടാവും. ആ വിധത്തിൽ ഈ 3 വർഷത്തെ ഭാരവാഹികളെ വളരെയധികം സ്നേഹത്തോടെ, വലിയ സഹാനുഭൂതിയോടുകൂടി അനുമോദിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. നല്ല ലക്ഷ്യങ്ങളോടുകൂടി ആത്മാർത്ഥതയോട് പ്രവർത്തിക്കുമ്പോൾ എല്ലായ്പ്പോഴും എല്ലാ ഭാഗത്തു നിന്നും കയ്യടി കിട്ടണമെന്ന് നിർബന്ധമില്ല. ആ പ്രവർത്തനങ്ങളെ ഫലപ്രാപ്തിയിൽ അണിയുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നിന്ന് പറയും, നന്നായിരിക്കുന്നു, അത് മതി. അപ്പോഴപ്പോഴും വേതനം ലഭിക്കുന്ന, അപ്പോഴപ്പോഴും പ്രതിഫലം കിട്ടുന്നതായ ഒരു ജീവിതമല്ല ജ്ഞാനായക്കാരൻ്റേത്. നമ്മുടേതായ ചരിത്രത്തെക്കുറിച്ച് ഏറെക്കുറെ അവബോധവും ധാരണയുമുള്ളവർക്ക് ഈ യാത്രയുടെ ദുർഘടമായിട്ടുള്ള ഈ യാത്രയെക്കുറിച്ച് ഒരു പരിധിവരെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, 6 വർഷക്കാലം മലബാർ പ്രദേശത്ത് ജ്ഞാനായ മക്കളോടുകൂടി അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചത് അതിന് മുൻപും അതിന് ശേഷവുമുള്ള കാലഘട്ടത്തിൽ എല്ലാ സമൂഹങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുവാനുള്ള ഒരു ദൗത്യമാണ് എനിക്കുണ്ടായത്. ഈ യാത്രയിൽ നമുക്ക് ഒരുപാട് പ്രതിബന്ധങ്ങൾ, വേദനകൾ, ദുഃഖങ്ങൾ, അത് സ്വാഭാവികമാണ്. കർത്താവിലുള്ള നമ്മുടെ വിശ്വാസം, ബോധ്യങ്ങളിലുള്ള നമ്മുടെ ബോധ്യം, നമ്മുടെ മനസ്സിൻ്റെതായ നൈർമല്യം, ലക്ഷ്യബോധം, ഇത് നമ്മെ മുമ്പോട്ട് ചലിപ്പിക്കുന്ന ഉള്ളിൻ്റെതായ എനർജിയാണ്, ശക്തിയാണ്. ഞാൻ നിങ്ങളുമായിട്ട് 2 ശാസ്ത്രജ്ഞന്മാരുടെ നമ്മുടെ സമുദായത്തെക്കുറിച്ച്, ജ്ഞാനായക്കാരെക്കുറിച്ചുള്ള അവലോകനം ഇവിടെ ചെറുതായിട്ട് വിവരിക്കാൻ ആഗ്രഹിക്കാം. പൂന യൂണിവേഴ്സിറ്റിയിലെ സോഷ്യോളജിയുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്ന നാരായൺ ദാംലെ എന്ന വലിയ സോഷ്യോളജിസ്റ്റ്, എനിക്ക് അദ്ദേഹത്തിൻ്റെ കീഴിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ നടത്താനുള്ള സൗഭാഗ്യമുണ്ടായി.
ഞങ്ങൾ പരസ്പരം കൂടുതൽ അറിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്നും ഏത് സമുദായമാണെന്നും ഒക്കെ അയാൾ ചോദിച്ചറിഞ്ഞിട്ട് അയാൾ അതേക്കുറിച്ചൊരു ഒരു പഠനം നടത്തിയിട്ട് എന്നോട് പറഞ്ഞു, ഒന്നുകിൽ തങ്ങളുടെ സമുദായം ലോകത്തിലെ വലിയൊരു അത്ഭുതമാണ്, അല്ലെങ്കിൽ തങ്ങളുടെ സമുദായത്തിന് പ്രത്യേകമായ ചട്ടവട്ടങ്ങളും ക്രമീകരണങ്ങളും നിഷ്ഠയും സംയമനവുമുണ്ട്. എന്നെ ഒരുപാട് ചിന്തിപ്പിച്ച ഒരു കാര്യമാണ്. അവിടെയാണ് ഇങ്ങനെയുള്ള കൺവെൻഷൻസിൻ്റെയൊക്കെ റെലവൻസ് നാം മനസ്സിലാക്കുക. നമുക്ക് നമ്മുടെ യുവാക്കന്മാർക്ക്, നമ്മുടെ കൊച്ചുമക്കൾക്ക് നമ്മുടെ സമൂഹത്തെക്കുറിച്ചും സമുദായത്തെക്കുറിച്ചും ദൈവീക പദ്ധതിയിൽ അതിനുള്ളതായ ലക്ഷ്യത്തെക്കുറിച്ചും അവബോധമുണ്ടാകുമ്പോൾ ഈ സമുദായം മുമ്പോട്ട് പോകും. അങ്ങനെ വന്നാൽ ഉത്തരോത്തരം ഭംഗിയായിട്ട് ഓരോ വർഷവും നമുക്ക് കൺവെൻഷനുകൾ നടത്താൻ സാധിക്കും. അല്ലെങ്കിൽ കൺവെൻഷനുകളൊക്കെ ശോഷിച്ച് നാമാവിശേഷമാകും. അപ്പോൾ നമുക്ക് വേണ്ടതായ തപസ്യ, നമുക്ക് വേണ്ടതായ ആത്മവിശ്വാസം, നമ്മുടെ സമൂഹത്തിൻ്റെ അന്തസത്തയെക്കുറിച്ചുള്ളതായ വലിയ അഭിമാനം, അതിൻ്റെ കസ്റ്റംസ്, ട്രഡീഷൻസ്, മാനേഴ്സ്, ഈ കാര്യങ്ങൾ പരിപോഷിപ്പിച്ച് കൂടെ നിർത്താനുള്ളതായ ഔത്സുക്യം ഈ സമുദായം എത്ര കണ്ട് പരിപാലിച്ച് വളർത്തി ഊട്ടി ഉറപ്പിച്ച് കൂടെ കൂട്ടുന്നുവോ അത്ര കണ്ടായിരിക്കും ഈ സമുദായത്തിൻ്റെ സുസ്ഥിതിയും ആയുസ്സുമെന്ന് നാം തിരിച്ചറിയുന്നത് നല്ലതാണ്. രണ്ടാമതായിട്ട് പലരും പലപ്പോഴും പറയാറുണ്ട്, കനാനായക്കാർ ഒരു തരം നാടോടികളാണ്. 345 എവിടുന്നോ പട്ടിണിയായിട്ടോ വേറെ എന്തോ ഒക്കെ തേടി ഇവിടെ വന്നു, ഇവിടുന്ന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുന്നു. ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അക്കില്ലസ് മെർസ്മാൻ എന്ന് പറയുന്ന ഡച്ച് ചരിത്രകാരൻ എഴുതിയ പുസ്തകം, അദ്ദേഹം തന്നതായ ലെക്ചേഴ്സ് എനിക്ക് വളരെയധികം സന്തോഷം തന്നതാണ്. അദ്ദേഹം പറഞ്ഞു, ക്നാനായക്കാര് മെസപ്പൊട്ടേമിയയിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാനുള്ള പ്രധാന കാരണം സെലൂസിയയിലെ കാതോലിക്കോസിന് ഇന്ത്യയിൽ ഉള്ളതായ ക്രൈസ്തവ സമൂഹത്തിൻ്റെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചുള്ള അറിവ്, ആ സമൂഹത്തിൻ്റെ ക്രൈസ്തവമായ വളർച്ചയ്ക്ക്, അവരുടെ ധാർമ്മികതയ്ക്ക്, അവരുടെ വിശ്വാസത്തിലുള്ളതായ ആഴപ്പെടലിന് മാതൃകാപരമായിട്ടുള്ള ക്രൈസ്തവ കൂട്ടായ്മകളുടെ സാന്നിധ്യം, അവരുടേതായിട്ടുള്ള സാക്ഷ്യം ആവശ്യമാണെന്ന് മനസ്സിലാക്കി. കാതോലിക്കോസിനുണ്ടായ ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിൽ അന്നത്തെ നമ്മുടെ സമൂഹത്തിൽപ്പെട്ട സ്വന്തമായിട്ടൊരു കപ്പൽ വ്യൂഹമുണ്ടായിരുന്ന വർത്തകനായ വലിയ വാണിജ്യ പ്രമുഖനായ കനായിത്തോമനെ അദ്ദേഹം സമീപിച്ച് റൂഹാമാർ യൗസേപ്പും 4 വൈദികരും സെമിനാരിക്കാരും 72 ക്നാനായ കുടുംബങ്ങളെയും കൂട്ടുചേർത്ത് ഏകദേശം 400ഓളം മനുഷ്യരെ കപ്പലിലേക്ക് അയക്കുകയാണ്. പട്ടിണിയായിട്ടല്ല, അവിടെ നിക്കക്കള്ളിയില്ലാഞ്ഞിട്ടല്ല, ഒരു മിഷണറി യാത്രയാണത്. നിങ്ങൾ ലോകത്തിൻ്റെ അതിർത്തികൾ വരെ പോയി ഞാൻ നിങ്ങൾക്ക് തന്നതായി സുവിശേഷം പ്രഘോഷിക്കുകയും എന്നിൽ വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവാനായിട്ട് പറഞ്ഞ നമ്മുടെ കർത്താവിൻ്റെ വചനങ്ങളാൽ പ്രേരിതരായിട്ട് സംഘടിതമായിട്ടുള്ള ഒരു മിഷണറി നീക്കമായിരുന്നു 345 കനായിത്തോമന്റെ നേതൃത്വത്തിൽ നടന്നത്. ഈ സത്യം നാം തിരിച്ചറിയണം. ഇത് വലിയൊരു ദൗത്യം കൂടിയാണ് നമുക്ക്.
ഈ ഒരു നീക്കമാണ് നമ്മളെ ലോകത്തെമ്പാടും കൊണ്ടുപോകുന്നത്. ഇന്ന് ലോകത്തുള്ള 60ഓളം രാജ്യങ്ങളിൽ ജ്ഞാനായ സമൂഹം ഈ വിധത്തിലുള്ള കൂട്ടായ്മകളാണ്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ഒറിജിനൽ ദൗത്യം അതിനോട് വിശ്വസ്തത പുലർത്തുകയാണെങ്കിൽ, ലോകത്തെ എവിടെയുള്ള കൂട്ടായ്മയാണെങ്കിലും ജ്ഞാനായ സമൂഹത്തിൻ്റെ മുഖമുദ്രയായിട്ട് ആഴമേറിയ വിശ്വാസവും പ്രേക്ഷിത ചൈതന്യവും അവശ്യം വേണ്ടതാണ്. ഈ ഒരു ചിന്തകളാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കുടിയേറ്റ മിഷണറി ആയിട്ട് പലയിടത്തും ഇങ്ങനെ മാറി മാറി പോകാനായിട്ട് പ്രോത്സാഹനം തന്നു. 6 വർഷം മലബാറിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ചേർന്ന് അവരുടെ അവശതയിൽ പങ്കുപറ്റി അവർക്ക് വേണ്ടി ജീവിക്കാനും പ്രവർത്തിക്കുവാനും അവരോടൊത്ത് സഹകരിച്ച് എത്തിപ്പിടിക്കാവുന്നതൊക്കെ നേടിയെടുത്ത് ആ സമൂഹത്തെ എല്ലാവിധത്തിലും സംരക്ഷിക്കാനുള്ള ദൗത്യം എനിക്കെൻ്റെ പ്രേക്ഷിത ചൈതന്യമായിട്ട് ഞാൻ കാണുകയാണ്. അതുപോലെ തന്നെ ഇവിടെ മലബാറുകാർ ഒരുപാട് പേരുണ്ട്. എന്നെ ഏറ്റവും അതിശയിപ്പിച്ചത്, അതിനുശേഷം ഞാൻ കർണാടകയിലെ ബെൽത്തങ്ങാടി ഭാഗത്തേക്ക് പോയി. അവിടെ നെല്ലിയാടിയിലെയും അജക്കറിലെയും ഈ ജ്ഞാനായ മക്കളുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് ചേർന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ സാധിച്ചു. എന്നെ വളരെയധികം ആശ്ചര്യപ്പെടുത്തിയ ആ കാര്യം, ഈ 2 സ്ഥലത്തു നിന്നും ഇവിടെ ഞാൻ സഹോദരന്മാരെ കണ്ടെത്തി. ഞാനവരെ തിരിച്ചറിഞ്ഞില്ല, അവരെന്നെ തിരിച്ചറിഞ്ഞു. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ ദൗത്യം ഇന്ന് ഗുജറാത്തിലെ അംഗ്ലേശ്വരിൽ ഒന്ന് പ്രവർത്തിച്ചു നോക്കുകയാണ്. വയസ്സ് 84 പക്ഷേ എന്നിലുള്ളതായ ജ്ഞാനായ രക്തം നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഉൾക്കൊള്ളുന്നതായ 72 കുടുംബങ്ങൾ നമ്മളെ ഇങ്ങോട്ട് നയിച്ചതായ നമ്മുടെ പിതാവായ കനായിത്തൊമ്മൻ അവരെ ചലിപ്പിച്ചതായ ആ വിശ്വാസദാർഢ്യം, ആ പ്രേക്ഷിത ചൈതന്യം നമ്മളിലും ആഴപ്പെടട്ടെ എന്നും ആ വിധത്തില് സഭയ്ക്കും സമുദായത്തിനും ലോകത്തിനും ലോക ജനതയ്ക്കും മനോഹരമായ ഒരു ശുശ്രൂഷയായിട്ട് നമ്മുടെ വിശ്വാസ ജീവിതം, നമ്മുടെ സമുദായം വളരട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം UKKCAക്ക് ഉത്തരോത്തരം അഭിവൃദ്ധിയും വളർച്ചയും അവരുടേതായ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ മനോഹരമായിട്ട് തീർത്ത് നന്മയിൽ കൂടുതലായിട്ട് വളരാനുള്ള കൃപ ഞാൻ ആശംസിക്കുകയാണ്. ഞാൻ കാണുന്നു, ഇന്ന് ഈ സമൂഹത്തിൽ ഉണ്ടായിരിക്കേണ്ട പലരും ഇവിടെയില്ല. പരിതാപകരമായ ഒരു അവസ്ഥയായിട്ട് എൻ്റെ മനസാക്ഷി എന്നോട് പറയും. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഒത്തുതീർപ്പിൻ്റെയും സംയമനത്തിൻ്റെയും ധാരണയുടെയും പരസ്പര ചർച്ചയുടെയും പശ്ചാത്തലത്തിൽ അകൽച്ചകൾ കുറയ്ക്കുവാനും അടുപ്പം വർദ്ധിക്കുവാനും കൈകോർത്ത് ജ്ഞാനായ സമൂഹം 72 കുടുംബങ്ങളെ മെസപ്പൊട്ടോമിയയിൽ നിന്നും കൊടുങ്ങല്ലൂരിലേക്ക് വന്നതുപോലെ ഇന്ന് ലോകത്തെമ്പാടുമുള്ളതായ ജ്ഞാനായ സമൂഹങ്ങൾക്ക് കൈകോർത്ത് പുതിയ ദിശകളിലേക്ക് പോകുവാനും അവരെവിടെയായിരുന്നാലും കർത്താവിന് വേണ്ടി, ദൈവത്തിനു വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി, തിരുസഭയ്ക്ക് വേണ്ടി ഒന്നും നഷ്ടപ്പെടുത്താതെ ദൈവം ഈ സമൂഹത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നതായ നന്മകളെ അങ്ങേയറ്റം വള്ളിപുള്ളി കളയാതെ കാത്തു സൂക്ഷിച്ച് ജീവിക്കുവാനുള്ള കൃപ അത് നമുക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഇന്ന് നിങ്ങളോടൊത്ത് ഈ കൺവെൻഷനിൽ ഒത്തുചേരുവാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട്. ഒരു 6 മാസം മുമ്പ് കുവൈത്തിലെ ജ്ഞാനായ സമൂഹം, അവരും ഈ മലബാറുകാരും അവിടെ നിന്നൊക്കെയുള്ളവർ കുറേ പേര്, അവരുടെ നിർബന്ധം കാരണം എൻ്റെ പ്രായത്തെ വകവെക്കാതെ അവർ ടിക്കറ്റ് വാങ്ങിച്ചു തന്ന് നിരന്തരമായിട്ടുള്ള എൻ്റെ മേലുള്ള സമ്മർദ്ദം മൂലം ഞാൻ അവിടെ പോയി. വളരെ സന്തോഷം തോന്നി. 1000ഓളം വരുന്നതായ ജ്ഞാനായ മക്കള് ഈ കുവൈത്തിലെ ആ മുസ്ലിം പ്രദേശത്ത് ദൈവത്തിനും സഹോദരങ്ങൾക്കും വേണ്ടി അവരുടെ തനിമയോട് വിശ്വസ്തത പുലർത്തി തങ്ങൾ ആരാണെന്നുള്ളത് മൂടിവെക്കാതെ
തങ്ങൾ ഇന്നതാണെന്നുള്ളത് പരസ്യമായിട്ട് പ്രഘോഷിച്ച് അഭിമാനത്തോടു കൂടി ജീവിക്കുന്നതായ കാഴ്ച എന്നെ കോൾമയർ കൊള്ളിച്ചു. UK-യിലെ ജ്ഞാനായ സമൂഹത്തിന് ഇത് കൂടുതൽ കൂടുതൽ അന്വർത്ഥമാക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നിങ്ങൾ എന്നെ ക്ഷണിച്ചതിനും നിങ്ങളോട് കൂടിയായിരിക്കാൻ അവസരം ലഭിച്ചതിനും നിങ്ങൾക്കും ഈ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.